ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ 2025 ഒക്കെ കഴിഞ്ഞു. 2026 എന്തെങ്കിലും പുതിയതായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ ഞാൻ കാര്യത്തിലോട്ട് കടക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു പശുവാണ് വളർത്താൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഞാൻ ഒന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ സ്വയം തീരുമാനിക്കണം. നമുക്ക് പശു വേണം, അത് ശരിക്കും നമ്മുടെ ഒരു തൊഴിലാണ്, നമ്മുടെ ഒരു വരുമാന മാർഗമാണ്. ഒരുപാട് ആൾക്കാർ, ഗവൺമെന്റ് പോലും ഇതിനെ നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പശു വാങ്ങുമ്പോൾ അത് നമ്മുടെ മൈൻഡാണ്, നമ്മൾ വാങ്ങണം. നമ്മൾ 10 ആളുടെ അടുത്ത് ഒരു ഡിസ്കഷന് പോയാൽ അവർ പറയും, ഓ ഇതിനെ കൊണ്ടൊക്കെ പറ്റും, നോക്കാൻ പറ്റും എന്നവർ പറയും. സോ നമ്മൾ തീരുമാനിക്കുക, നമുക്ക് നോക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ വാങ്ങുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നല്ല പാല് കൂടിയ പശുവിനെ നോക്കി നമ്മൾ വാങ്ങണം. അതായത് നമ്മൾ വാങ്ങുമ്പോൾ നല്ല പശുവിനെ നോക്കി വാങ്ങണം. അത്യാവശ്യം നല്ല പാൽ, ഒരു 10-12 ലിറ്റർ പാലെങ്കിലും കിട്ടുന്ന ഒരു മാടിനെ തന്നെ നമ്മൾ നോക്കി വാങ്ങണം. അത് നമ്മൾ ശ്രദ്ധിച്ച് തന്നെ വാങ്ങണം. അപ്പോൾ നല്ലോണം പാല് തരുന്ന പശുക്കള് HF ഉണ്ട്, ജേഴ്സി പശുക്കളുണ്ട്, നല്ല നല്ല ഇനങ്ങൾ വേറെയും ഉണ്ട്. പക്ഷെ നമ്മുടെ അറ്റ്മോസ്ഫിയറും നമ്മുടെ അന്തരീക്ഷമായിട്ട് ഇണങ്ങി ചേരാൻ പറ്റുന്ന ടൈപ്പിലുള്ള പശുക്കളാണ് നമ്മൾ ശ്രദ്ധിച്ച് വാങ്ങേണ്ടത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്തെന്ന് പറഞ്ഞാൽ, നമ്മൾ പശുക്കളെ വാങ്ങുമ്പോൾ കച്ചവടക്കാരിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും എത്രയോ ഭേദമാണ് നമ്മൾ ഫാമിൽ പോയി കണ്ട് അതിന്റെ കറവയൊക്കെ കണ്ട് നമ്മൾ വാങ്ങുന്നത്. ശരിക്കും കറവ സമയത്ത് പോയിട്ട് നമ്മൾ ആ കറവ കണ്ടതിന് ശേഷം മാത്രമേ നമ്മൾ വാങ്ങാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ഇപ്പോൾ ഇതിനൊരു 12 ലിറ്റർ പാൽ കിട്ടുന്നത് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ വരുമ്പോൾ ചിലപ്പോൾ 7-8 ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ കറവ സമയത്ത്, പരമാവധി കറവ സമയത്ത് പോയിട്ട് കറന്ന് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ വാങ്ങുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ പശുക്കളെ നമ്മൾ വൃത്തിയുള്ള ഒരു തൊഴുത്ത് ഉണ്ടാക്കി കൊടുക്കുന്നത്, നല്ല വൃത്തിയുള്ള ഒരു അന്തരീക്ഷത്തിൽ അവരെ നിർത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അതിപ്പോ നമ്മുടെ സർക്കാരിൽ നിന്ന് നമുക്ക് തൊഴുത്തിനൊക്കെ ഒരുപാട് സ്കീമുകളൊക്കെ പാസ്സാക്കി കൊടുക്കുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ പോലും നമ്മുടെ വീട്ടിൽ തന്നെ ചെറിയൊരു സെറ്റപ്പ് ആക്കിയിട്ട് തൊഴുത്ത് ചെയ്താൽ അവരിന് നല്ലപോലെ മാറ്റിലൊക്കെ കിടത്തി നല്ല വൃത്തിയായിട്ട് നമ്മൾ അവരിനെ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതിന്റെ ഫുഡ്. നമ്മൾ വെള്ളവും അതുപോലെ തന്നെ പുല്ലും വൈക്കോലും നമ്മൾ കൃത്യസമയത്ത് കൃത്യമായിട്ട് നമ്മൾ കൊടുക്കേണ്ടതെന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ വെള്ളം നമ്മൾ നല്ലോണം എത്ര വെള്ളം കൊടുക്കണോ അത്രയും നമുക്ക് പാലും കിട്ടും, അവർക്ക് നല്ല ആരോഗ്യത്തിലും അതിലൊക്കെ നമുക്ക് നിൽക്കാൻ പറ്റും. അപ്പൊ നല്ല പോലെ നമ്മൾ വെള്ളം കൊടുക്കണം. പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് പുല്ലാണ്, നല്ല പച്ചപ്പുല്ല്. പരമാവധി അവർക്ക് പുല്ല് തന്നെ കൊടുക്കണം. പിന്നെ വൈക്കോല്, പുല്ലും വൈക്കോലും ഇടകലത്തിയിട്ട് കൊടുക്കുന്നവരും ഉണ്ട്, ഇടകലത്തിയിട്ടും കൊടുക്കാം, അല്ലാണ്ടും കൊടുക്കാം. സാധാരണ എൻ്റെ വീട്ടിലൊക്കെ പുല്ല് തീരുമ്പോഴാണ് നമ്മൾ വൈക്കോല് ഓരോ നേരം ഇങ്ങനെ കൊടുക്കുന്നത്. അല്ലാണ്ട് ഇത് രണ്ടും കൂടി ഇടകലത്തിയിട്ട് ഇട്ട് കൊടുക്കുന്നതും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. പിന്നെ നമ്മൾ അവർക്ക് പരമാവധി വെള്ളത്തില് ശുദ്ധമായ വെള്ളവും കൊടുക്കാം. പിന്നെ നമ്മളിങ്ങനെ കാടികളൊക്കെ കൊടുക്കുമ്പോൾ കാലിത്തീറ്റ, പിണ്ണാക്ക്, തേങ്ങപ്പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, അങ്ങനെയുള്ള പരുത്തിപ്പിണ്ണാക്ക്, ഇതെല്ലാം നമ്മൾ കൂടുതൽ ഇടുന്നത് അവർക്ക് ക്ഷീണം ഇല്ലാതിരിക്കാനും കൂടുതൽ പാല്, ജേഴ്സി പിണ്ണാക്കൊക്കെ ഒരുപാട് പാല് നമുക്ക് ഉത്പാദിപ്പിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെള്ളത്തിന്റെ കൂടെ തന്നെ നമ്മൾ അവർക്ക് വൈറ്റമിൻസും കൂടി കൊടുക്കണം. ഒരുപാട് വൈറ്റമിൻസ് വെറ്റിനറി ഹോസ്പിറ്റലിലും കിട്ടും, മെഡിക്കൽ സ്റ്റോറിലും കിട്ടും. അതൊക്കെ നമ്മൾ ചോദിച്ച് വാങ്ങിയിട്ട് നമ്മൾ അവർക്ക് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഒരിക്കലും നിങ്ങളൊരു പശു മേടിക്കണം എന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറകോട്ട് പോകേണ്ട. ഉറപ്പായിട്ടും അത് നല്ലൊരു വരുമാന മാർഗമെന്ന് ഞാൻ പറയുള്ളൂ. പലരും ഇതൊരു നഷ്ടക്കച്ചവടമാണെന്ന് പറയുന്നുണ്ട്. ബട്ട് അങ്ങനെയല്ല. നമ്മൾ എങ്ങനെ നോക്കുന്നു, ആദ്യത്തെ ചിലപ്പോൾ കുറച്ച് ദിവസം നമുക്ക് നല്ല ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും ഇത് നല്ലൊരു വരുമാന മാർഗം തന്നെയാണ് ശരിക്കും. അപ്പോൾ ഈ 2026 പശു വാങ്ങാൻ താല്പര്യമുള്ള എല്ലാവരും ഉറപ്പായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസും കാര്യങ്ങളും ഞാൻ ഇനി ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പം ഇതാണ് എൻ്റെ അപ്പോൾ ഇനി കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മാത്രം മതി. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വീഡിയോസ് ഒക്കെ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഗൈസ് ബൈ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും കൂടുതൽ നല്ല വീഡിയോസ് ഇനി ഇടാനും എനിക്ക് അതിന് നല്ല മോട്ടിവേഷൻ ആയിരിക്കും. അപ്പൊ ഉറപ്പായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഗൈസ്. ബൈ. നെക്സ്റ്റ് വീഡിയോയിലൊക്കെ